തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ നമ്മൾ മലയാളികളെ ഇന്ന് വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. അത് ഹൈപ്പോ തൈറോയ്ഡ് ആയാലും ഹൈപ്പർ തൈറോയ്ഡ് ആയാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അതായത് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം ക്രമാതീതമായി വർദ്ധിച്ചാലും ഒരുപാട് കുറഞ്ഞു പോയാലും പ്രശ്നം തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം, അതായത് ദൈനംദിന ഊർജ്ജ വിനിയോഗം നിയന്ത്രിക്കുന്നത് ഈ ഗ്രന്ഥികളിലൂടെയാണ്. ഇങ്ങനെയുള്ള ഈ തൈറോയ്ഡ് ഗ്രന്ഥികളെ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യിക്കാൻ നമ്മുടെ യോഗയിലൂടെ സാധിക്കും. അതിന് പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ആസനാസ് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. ഇന്ന് നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോയിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്ന് വളരെ എഫക്റ്റീവായിട്ടുള്ള ആസനങ്ങൾ മാത്രം ചെയ്യുന്നു. അടുത്ത ദിവസം തന്നെ അതിന് പറ്റുന്ന ബ്രീത്തിങ് ടെക്നിക്സും അതിൻ്റെ മെഡിറ്റേഷനും ഒക്കെ ആജൻ യോഗി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതിന് പറ്റുന്ന ആസനകൾ ചെയ്തു തുടങ്ങാം. ആദ്യം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസിലാണ് തുടങ്ങുന്നത്. ഇത് നിന്നോ ഇരുന്നോ കൊണ്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തിൽ ബോഡി സ്ട്രെയിറ്റ് ചെയ്തിരിക്കുക, എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ ചിൻ ഉയർത്തുന്നു. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴോട്ട്. ഇത് നമുക്കൊരു 5 പ്രാവശ്യം ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം പുറത്തേക്ക് വിട്ട് താഴേക്ക്. ഇനി ചെയ്യാൻ പോകുന്നത് വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ മുഖം തിരിക്കുന്നു. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് വലത്തോട്ട്, എക്സെയിൽ ചെയ്തുകൊണ്ട് ഇടത്തോട്ട്. കഴുത്ത് മാത്രമാണ് തിരിയേണ്ടത് കേട്ടോ. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ കഴുത്തിൻ്റെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുമ്പോഴത്തേക്ക് താടി മുകളിലേക്ക് ഉയർത്തുന്നു, ഉയർത്തിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വാ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. ഒരു 5 പ്രാവശ്യം അവിടെ ഇരുന്ന് അത് തന്നെ ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ ഉഷ്ട്രാസനം ചെയ്യുകയാണ്. അതിനായിട്ട് മുട്ടിന്മേൽ വരിക, കാല് ഇടുപ്പിൻ്റെ ലെവലിൽ തുറന്നു വയ്ക്കുക. എന്നിട്ട് തുടക്കക്കാർക്ക് ഡയറക്റ്റ് ഉഷ്ട്രാസനത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ബാക്കിൽ കൈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് വളയാൻ ശ്രമിക്കുക. ഇവിടെ നിന്നുകൊണ്ട് ഒരു 4-5 ഡീപ്പായിട്ടുള്ള ഇൻഹലേഷനും എക്സലേഷനും ചെയ്യണം. ഇനി ആ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഉഷ്ട്രാസനത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ളവർ ഡയറക്റ്റ് പോവുക. ഓക്കെ, താഴേക്ക് വരിക. എന്നിട്ട് ഇതിൻ്റെ കൗണ്ടർ പോസായ ശശാങ്കാസനം ചെയ്യും. ഒരു 4-5 ബ്രീത്തിന് ശശാങ്കാസനത്തിൽ റെസ്റ്റ് ചെയ്യുക. അടുത്തത് ഭുജംഗാസനമാണ്. അതിനായിട്ട് നമുക്ക് മാറ്റിൽ കമിഴ്ന്ന് കിടക്കാം. കാല് രണ്ടും സ്ട്രെയിറ്റ് വെച്ചിട്ട് ടോസ്, നമ്മുടെ കാൽ വിരലുകൾ ബാക്കിലേക്ക് നീട്ടി വയ്ക്കുക. എന്നിട്ട് കൈ രണ്ടും നമ്മുടെ ശരീരത്തിന് ഇരുവശം പതിച്ചു വെച്ചുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് തല പതിയെ മുകളിലേക്ക് ഉയർത്തുക. നമുക്ക് 4 തവണ ഇവിടെ നിന്ന് ബ്രീത്ത് ചെയ്യാം. ഷോൾഡർ സ്ക്വീസ് ചെയ്യരുത്.
ശ്വാസം പുറത്തേക്ക് വിട്ട് താഴോട്ട് വരിക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കന്ദരാസനമാണ്. അതിനായിട്ട് മാറ്റിൽ മലർന്ന് കിടക്കുക. മുട്ടുമടക്കി കാലുകൾ നിലത്തൂന്നി ഒരല്പം മുട്ട് വിരിച്ച് വെച്ചുകൊണ്ട് കൈപ്പത്തി തറയിൽ പ്രസ് ചെയ്ത് നമ്മൾ ബട്ടക്സ് മുകളിലോട്ട് ഉയർത്താൻ പോവുകയാണ്, ശ്വാസം എടുത്തുകൊണ്ട്. ഇങ്ങനെ ഉയർത്തുമ്പോഴത്തേക്ക് നമ്മുടെ ചിൻ നമ്മുടെ തൊണ്ടക്കുഴിയിൽ പ്രസ്സായിരിക്കാൻ ശ്രദ്ധിക്കണം. അത്രയ്ക്കും നമ്മൾ നമ്മുടെ ബട്ടക്സ് മുകളിലോട്ട് ഉയർത്തി കൊടുക്കണം. ഇവിടെ നിന്നുകൊണ്ട് ഒരു 4-5 ട്രിപ്പ് ചെയ്യുക. അവിടെ ഹോൾഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണമെങ്കിൽ വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ വന്നുകൊണ്ട് ഒരു 4-5 തവണ ഇത് റിപ്പീറ്റ് ചെയ്താലും മതി. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മുകളിലോട്ട്, ശ്വാസം പുറത്തേക്ക് വിട്ട് താഴോട്ട്, ഇങ്ങനെ ചെയ്താലും മതി. അവിടെ നമുക്ക് ബ്രീത്തിങ് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തവർക്ക്. അടുത്തത് സർവാംഗാസനമാണ്. സർവാംഗാസനത്തിനായിട്ട് കാല് സ്ട്രെയിറ്റ് ചെയ്ത് നീട്ടി വയ്ക്കുക. എളുപ്പത്തിന് നമുക്ക് കൈയുടെ സപ്പോർട്ടോടെ ചെയ്യാൻ പറ്റും. കൈ നമ്മുടെ ബട്ടക്സിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്ത് പതുക്കെ കാല് മുട്ടുമടക്കി മുകളിലോട്ട് ഉയർത്തിയിട്ട് ഒരല്പം ബാലൻസ് ചെയ്ത് ആഞ്ഞ് മുകളിലോട്ട് കാല് ഉയർത്തി കൊടുക്കുക. കൈ ബാക്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സർവാംഗാസനത്തിൽ നിൽക്കാം. ഇവിടെ നിന്നുകൊണ്ട് ലോങ് ആയിട്ട് ഇൻഹലേഷനും എക്സലേഷനും ചെയ്യുക. നന്നായി ബ്രീത്ത് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ തൊണ്ടയിലൂടെ പ്രാണവായു സഞ്ചരിക്കുന്നത് ഫീൽ ചെയ്യുക. നല്ല ഡീപ്പായിട്ട് ഇൻഹലേഷനും എക്സലേഷനും ചെയ്യുക. ഇതിനൊരു 4-5 തവണ ചെയ്തതിന് ശേഷം പതുക്കെ ഒരു കാല് നമുക്ക് നമ്മുടെ തലയ്ക്ക് പിന്നിലായിട്ട് കൊണ്ടുവരിക. എത്രയാണോ പറ്റുന്നത് അത് മതി. ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർക്ക് എത്രയും പറ്റുമോ അത്രയും മതി. ഒരുപാട് താഴെ കൊണ്ടുവരാൻ പറ്റുന്നവർക്ക് ടച്ച് ചെയ്യുക. ഓക്കെ. അതിനുശേഷം വലത് കാല് മുകളിലോട്ട് വരുമ്പോൾ ഇടത് കാല് അതുപോലെ തലയുടെ പിന്നിലേക്ക് കൊണ്ടുവന്ന് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഒരു 2-3 തവണ നമുക്ക് ചെയ്യാം. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2 കാലും ഒരുമിച്ച് ബാക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഇതിനെ ഹലാസനം എന്ന് പറയുന്നു. എന്നിട്ട് കൈ വിട്ടുകൊണ്ട് കൈ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. ഇവിടെ കിടന്നുകൊണ്ട് വളരെ ലോങ് ആയിട്ട് ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് ചെയ്യുക. തറയെ തൊടാൻ പറ്റാത്തവർക്ക് കുഴപ്പമില്ല. എത്രയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും ചെയ്താൽ മതി. ഇനി അവിടെ തിരിച്ചു വരാൻ വേണ്ടി വീണ്ടും പഴയതുപോലെ കൈ നമ്മുടെ ബാക്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാലുകൾ മുകളിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് പതിയെ ഒരു കാല് മടക്കി അടുത്ത കാല് താഴോട്ട് വെച്ച് താഴെ പതിയെ കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് നേരെ നമ്മൾ സർവാംഗാസനത്തിൽ നിന്നിട്ട് പതിയെ ബട്ടക്സ് താഴോട്ട് വെച്ചുകൊണ്ട് ഇനി നമ്മുടെ അവസാനത്തെ ആസനമാണ് മത്സ്യാസനം എന്ന് പറയും. അതിനായിട്ട് നമുക്ക് റെഡിയാകാം. കൈ 2 സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയുടെ ബാക്കിൽ ബട്ടക്സിൻ്റെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി കാല് 2 സ്ട്രെയിറ്റ് ആക്കി വെക്കുന്നു. നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ കൈമുട്ടിൽ ബലം നൽകിക്കൊണ്ട്, കൈമുട്ടിലാണ് ശരീരത്തിന് ബലം കൊടുക്കുന്നത്, അവിടെ ബലം കൊടുത്തുകൊണ്ട് പതുക്കെ തല ഉയർത്തി കാൽ വിരലിലേക്ക് നോക്കുന്നു. കാൽ വിരലിലോട്ട് നോക്കി ഇനി നമ്മൾ ചെയ്യുന്നത് പതുക്കെ നമ്മുടെ കഴുത്ത് ബാക്കിലോട്ട് തുറന്നു കൊടുക്കുന്നു. തലയുടെ ഉച്ചി
ചെറുതായി ഒന്ന് തറയിൽ ടച്ച് ചെയ്തിരിക്കും. ഇപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൈമുട്ടിലാണ്. നന്നായി ബ്രീത്ത് ചെയ്യുക. ഒരു 4-5 തവണ നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ തല ഉയർത്തി നേരത്തെ പോലെ തന്നെ നമ്മുടെ കാൽ വിരലിലോട്ട് നോക്കി പതിയെ ശരീരം താഴേക്ക് കൊണ്ടുവരും. എന്നിട്ട് കൈ രണ്ടും റിലീസ് ചെയ്ത് ഈ പോസിൽ കിടന്നുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിനി ശവാസനത്തിൽ കിടക്കുകയാണ്. ശവാസനത്തിൽ കിടന്ന് തന്നെ റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകരുത്. ഒരു 5 മിനിറ്റ് ശവാസനത്തിൽ കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാം. ഇനി നമ്മൾ ശവാസനം ചെയ്യാൻ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാം. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാകുന്നു, ആരോഗ്യവതിയാകുന്നു, എൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറുന്നു. അപ്പോൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും നല്ല ആരോഗ്യത്തോടെ ഞാൻ തിരിച്ചു വരുന്നു എന്ന് മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു 5 or 10 നിങ്ങൾക്ക് എത്ര സമയമാണോ റെസ്റ്റ് എടുക്കാൻ പറ്റുന്നത് അത്രയും സമയം കിടക്കുക. ആരോഗ്യമാണ് നമുക്ക് പരമപ്രധാനമായിട്ട് വേണ്ടത്. അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാൻ മടിക്കരുത്. എല്ലാ ദിവസവും ഈ എക്സസൈസുകൾ ചെയ്യുക. ഇതിന് വേണ്ടുന്നുള്ള മെഡിറ്റേഷനും ബ്രീത്തിങ് ടെക്നിക്സും ഒക്കെ വേറൊരു വീഡിയോയിൽ വരുന്നുണ്ട്. ഇത് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി അതിനുള്ള സമയമില്ലാത്തവർക്ക് 2 നേരമായിട്ട് ചെയ്യാം. ഒരു നേരം ഫിസിക്കൽ എക്സസൈസും ഒരു നേരം ബാക്കിയുള്ള മെഡിറ്റേഷനും ബ്രീത്തിങ് ടെക്നിക്സും ആയിട്ട് ചെയ്യാം. എന്ത് തന്നെ ആയാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ എക്സസൈസുകൾ ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടെ എല്ലാവരും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ